2 ദിനവൃത്താന്തം അധ്യായം 12. റഹോബോവാമിൻ്റെ ഭരണം സുസ്ഥിരവും സുശക്തവുമായപ്പോൾ അവനും ഇസ്രായേൽ ജനവും കർത്താവിൻ്റെ നിയമം ഉപേക്ഷിച്ചു. അവർ കർത്താവിനോട് അവിശ്വസ്തത കാണിച്ചതിനാൽ റഹോബോവാമിൻ്റെ 5-ാം ഭരണവർഷം ഈജിപ്ത് രാജാവായ ഷീഷാക്ക് 1200 രഥങ്ങളും 60,000 കുതിരപ്പടയാളികളുമായി ജെറുസലമിനെതിരെ വന്നു. ലിബിയരും സൂക്കിയരും എത്യോപ്യരുമായി അസംഖ്യം ആളുകളും അവനോടൊത്തുണ്ടായിരുന്നു. അവർ യൂദായിലെ സുരക്ഷിത നഗരങ്ങൾ കീഴടക്കി ജെറുസലം വരെ എത്തി. റഹോബോവാമിനോടും ഷീഷാക്കിനെ ഭയന്ന് ജെറുസലമിൽ സമ്മേളിച്ച യൂദാ പ്രഭുക്കന്മാരോടും പ്രവാചകനായ ഷെമായ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചതിനാൽ ഞാൻ നിങ്ങളെയും ഉപേക്ഷിച്ച് ഷീഷാക്കിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ രാജാവും ഇസ്രായേൽ പ്രഭുക്കന്മാരും എളിമപ്പെട്ട് കർത്താവ് നീതിമാനാണ് എന്നേറ്റു പറഞ്ഞു. അവർ എളിമപ്പെട്ടു എന്ന് കണ്ട് കർത്താവ് ഷെമായയോട് അരുളി ചെയ്തു, അവർ തങ്ങളെ തന്നെ താഴ്ത്തി, ഇനി ഞാൻ അവരെ നശിപ്പിക്കുകയില്ല. ഞാൻ അവർക്ക് മോചനം നൽകും. ജെറൂസലമിൻ്റെ മേൽ എൻ്റെ ക്രോധം ഷിഷാക്ക് വഴി ചൊരിയുകയില്ല. എന്നാലും അവർ അവന് ദാസന്മാരായിത്തീരും. എന്നെ സേവിക്കുന്നതും ഭൂമിയിലെ രാജാക്കന്മാരെ സേവിക്കുന്നതും തമ്മിലുള്ള അന്തരം അവർ അറിയും. ഈജിപ്തിലെ രാജാവായ ഷീഷാക്ക് ജെറൂസലമിലെത്തി. ദേവാലയത്തിലെയും രാജകൊട്ടാരത്തിലെയും സകല നിക്ഷേപങ്ങളും എടുത്തുകൊണ്ടുപോയി. സോളമൻ നിർമ്മിച്ച പൊൻപരിചകളും കൊണ്ടുപോയി. റഹോബോവാം രാജാവ് അതിനു പകരം ഓട്ടുപരിചകൾ നിർമ്മിച്ച് കൊട്ടാരകാവൽക്കാരുടെ മേലാളന്മാരെ ഏൽപ്പിച്ചു. രാജാവ് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാവൽക്കാർ അത് ധരിച്ചുകൊണ്ട് നിൽക്കും. പിന്നീട് കാവൽപ്പുരയിൽ സൂക്ഷിക്കും. രാജാവ് എളിമപ്പെട്ടതിനാൽ സമൂലനാശത്തിനിടയാകാതെ കർത്താവിൻ്റെ ക്രോധം അവനിൽ നിന്ന് അകന്നുപോയി. യൂദായുടെ സ്ഥിതി പൊതുവെ മെച്ചമായിരുന്നു. റഹോബോവാം പ്രാബല്യത്തോടെ ജെറുസലമിൽ വാണു. ഭരണമേൽക്കുമ്പോൾ അവന് 41 വയസ്സുണ്ടായിരുന്നു. തൻ്റെ നാമം നിലനിർത്തുന്നതിന് കർത്താവ് ഇസ്രായേൽ ഗോത്രത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത നഗരമായ ജെറുസലമിൽ അവൻ 17 വർഷം ഭരിച്ചു. അമ്മോന്യയായ നാമ ആയിരുന്നു അവൻ്റെ അമ്മ. റഹോബോവാം തിന്മ പ്രവർത്തിച്ചു. അവൻ ഹൃദയപൂർവ്വം കർത്താവിനെ അന്വേഷിച്ചില്ല. ഷെമായ പ്രവാചകന്റെയും ഇദ്ദോ ദീർഘദർശിയുടെയും ദിനവൃത്താന്തങ്ങളിൽ റഹോബോവാമിൻ്റെ പ്രവർത്തനങ്ങൾ ആദ്യന്തം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. റഹോബോവാമും ജെറോബോവാമും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു. റഹോബോവാം പിതാക്കന്മാരോട് ചേർന്നു ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. മകൻ അബിയ ഭരണമേറ്റു. Chapter 12. After Rehoboam had consolidated his rule and had become powerful, he abandoned the law of the Lord, he and all Israel with him. Thus it happened that in the 5th year of King Rehoboam, Shishak king of Egypt attacked Jerusalem, for they had been unfaithful to the Lord. He came up with 1,200 chariots and 60,000 horsemen, and there was no counting the army that came with him from Egypt, Libyans, Sukkites, and Ethiopians. They captured the fortified cities of Judah and came as far as Jerusalem. Then Shemaiah the prophet came to Rehoboam and the commanders of Judah who had gathered at Jerusalem because of Shishak, and said to them, Thus says the Lord, You have abandoned me, and therefore I have abandoned you to the power of Shishak. However, the commanders of Israel and the king humbled themselves, saying, The Lord is just. When the Lord saw that they had humbled themselves, the word of the Lord came to Shemaiah, Because they have humbled themselves, I will not destroy them. I will give them some deliverance, and my wrath shall not be poured out upon Jerusalem through Shishak. But they shall be his servants, that they may know what it is to serve me, and what it is to serve earthly kingdoms. Therefore Shishak king of Egypt attacked Jerusalem, and carried off the treasures of the temple of the Lord, and of the king's palace. He took everything, including the gold bucklers that Solomon had made. To replace them, King Rehoboam made bronze bucklers, which he entrusted to the officers of the guard on duty at the entrance of the royal palace.
Whenever the king visited the temple of the Lord, the troops would come bearing them, and then they would return them to the guardroom. Because he had humbled himself, the anger of the Lord turned from him so that it did not destroy him completely. And in Judah, moreover, good deeds were found. King Rehoboam consolidated his power in Jerusalem and continued to rule. He was 41 years old when he became king, and he reigned 17 years in Jerusalem, the city in which, out of all the tribes of Israel, the Lord chose to be honored. Rehoboam's mother was named Naamah, an Ammonite. He did evil, for he had not truly resolved to seek the Lord. The acts of Rehoboam, first and last, are written, as is well known, in the history of Shemaiah the prophet, and of Iddo the seer, his family record. There was war continually between Rehoboam and Jeroboam. Rehoboam rested with his ancestors. He was buried in the city of David. His son Abijah succeeded him as king.